NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും നേതൃമാറ്റത്തിനായി കലാപം. PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. നിലവിലുള്ള അധ്യക്ഷൻ തോമസ് കെ തോമസിന് സംഘടന ശക്തിയായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് PC ചാക്കോയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃമാറ്റം നടത്തുക എന്ന ലക്ഷ്യമിട്ട് ഈ മാസം 20-ാം തീയതി PC ചാക്കോ ശരത് പവാറിനെ കാണും. പ്രൈം ടൈം എക്സ്ക്ലൂസീവുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധി വരാൻ എന്തായിരിക്കുമോ കാരണം PC ചാക്കോയ്ക്ക്? SKN NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ് തുടങ്ങിയിരിക്കുന്നത്. NCP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് PC ചാക്കോയെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വിഭാഗത്തിൻ്റെ നീക്കമാണ് പാർട്ടിക്കകത്ത് വീണ്ടും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തോമസ് കെ തോമസിനെ മാറ്റി PC ചാക്കോയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സജീവമായി നടക്കുന്നത്. NCPയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റും PC ചാക്കോ മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രസ്താവനകളും പോസ്റ്റുകളും മറ്റും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനോട് പാർട്ടി നേതൃത്വം അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. PC ചാക്കോയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. PC ചാക്കോയ്ക്കും കേരള രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങി വരണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരാവശ്യം ഉയർന്നു. അങ്ങനെ താൻ ദേശീയ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ മാറണമെന്നാണ് ചാക്കോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള അത്തരം ചില അഭ്യർത്ഥനകൾ ഇപ്പോൾ NCPയുടെ സംസ്ഥാന ഘടകത്തിനുള്ളിൽ നിന്ന് ഉയരുന്നത്. തോമസ് കെ തോമസ് അധ്യക്ഷനായിട്ട് ഏതാണ്ട് ഒരു വർഷമാകുന്നതേ ഉള്ളൂ. അതൊരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ നേർത്തുമ്പോൾ മറിച്ച് മറ്റൊരു MLA ആയ തോമസ് കെ തോമസിന് പാർട്ടി അധ്യക്ഷ സ്ഥാനം നൽകുന്നുവെന്നാണ് അന്നത്തെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കത്തിനും മന്ത്രി AK ശശീന്ദ്രൻ്റെ പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് ഈ നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും തോമസ് കെ തോമസ് അധ്യക്ഷനായ ശേഷം പാർട്ടി സംഘടനാപരമായി വലിയ തോതിൽ ശോഷിക്കപ്പെട്ടു, ദുർബലപ്പെട്ടു എന്നതാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹമായ സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അധ്യക്ഷൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ പോലും ജനാധിപത്യ കേരള കോൺഗ്രസിന് പിന്നിലായി അതിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് NCPക്ക് നേടാനായത്. കാസർഗോഡ് മുന്നണിയിൽ പോലും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ ജില്ലയിലും സംസ്ഥാനത്തും ആകെ സംഘടനാപരമായി NCP ദുർബലപ്പെട്ടു. അതുകൊണ്ട് PC ചാക്കോയെ മടക്കിക്കൊണ്ടുവന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യമാണ് NCPക്കകത്തുള്ളത്. ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മാസം 20-ന് ശേഷം NCP ദേശീയ അധ്യക്ഷനായ ശരത് പവാറിനെ PC ചാക്കോ കാണും. കേരളത്തിൽ ഇത്തരമൊരു മുറവിളി ഉയരുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് PC ചാക്കോയുടെ ഡൽഹി സന്ദർശനം. എന്തായാലും ചാക്കോയുടെ ഇടപെടൽ ഫലം കണ്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് PC ചാക്കോ മടങ്ങി വരാനാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.